ജനങ്ങൾക്ക് ആശ്വാസമേകിയ വികസന പദ്ധതിയാണ് മലപ്പുറം താനൂരിലെ റെയിൽവേ മേൽപ്പാലം. കിഫ്ബി വഴി 33 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 6 പതിറ്റാണ്ടായുള്ള ജനങ്ങളുടെ ആവശ്യമാണ് യാഥാർത്ഥ്യമായത്. സംസ്ഥാന സർക്കാരിന്റെ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന പദ്ധതിയിലൂടെ 33 കോടി രൂപ ചിലവഴിച്ചാണ് കിഫ്ബിയുടെ നേതൃത്വത്തിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. എമർജൻസി കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഗേറ്റോട് പെട്ട് കഴിഞ്ഞാൽ 3/4 മണിക്കൂർ എടുക്കും. അപ്പോൾ ഏകദേശം നമുക്ക് കറക്റ്റ് ടൈമിന് എത്തിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വന്നുകൊണ്ട് കുറേ ഈസിയാണ്, എല്ലാം കൊണ്ടും പെട്ടെന്ന് പോയി വരാം. അപ്പോൾ ഈ പാലം വന്നതിന് ശേഷം ഒരുപാട് എല്ലാവർക്കും, ഇതിൻ്റെ അപ്പുറത്തുള്ളവർക്കും ഇപ്പുറത്തുള്ളവർക്കും എല്ലാവർക്കും നല്ല ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അറബിക്കടലിനും റെയിൽവേ പാതയ്ക്കും ഇടയിൽ കുരുങ്ങിക്കിടക്കുന്ന താനൂർ നഗരത്തിലെ റെയിൽവേ ഗേറ്റ് മറികടന്നുള്ള ഗതാഗതം വലിയ കടമ്പയായിരുന്നു. 2 വരി റെയിൽപാതയിലൂടെ ഓരോ 15 മുതൽ 30 മിനിറ്റ് ഇടവേളകളിൽ ട്രെയിനുകൾ എത്തുമ്പോൾ അടച്ചിടുന്ന റെയിൽവേ ഗേറ്റ് നാട്ടുകാർക്ക് ദുരിതയാത്രയാണ് സമ്മാനിച്ചത്. പാലം യാഥാർത്ഥ്യമായതിൻ്റെ വലിയ ആശ്വാസത്തിലാണ് നാട്ടുകാരായ പല ആളുകൾക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെടാനോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടാനോ അങ്ങനെ ഏത് നിലയിൽ നോക്കുകയാണെങ്കിലും ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ച ആളുകളാണ് താനൂർ. പക്ഷേ ഈ പാലം ഇവിടെ യാഥാർത്ഥ്യമായതോടുകൂടി ഒരുപാട് സന്തോഷങ്ങളുണ്ട്. അതുപോലെ തന്നെ താനൂരിൻ്റെ വ്യാപാര മേഖലയെ ബന്ധപ്പെടുത്തുന്നതിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും ഗുണങ്ങളാണ് ഈ പാലം കൊണ്ട് നാട്ടുകാർക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ പാലം വന്നതോട് കൂടിയിട്ട് നമ്മളെ കിഴക്കൻ മേഖലയ്ക്ക് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ മണിക്കൂർ കണക്കിൽ റോഡ് ഗേറ്റിൽ ഒരു 3 ട്രെയിൻ 4 ട്രെയിനിനൊക്കെ നമ്മൾ കഴിഞ്ഞിരുന്നത് ഇപ്പോൾ താനൂർക്ക് 2 മിനിറ്റാണ്. താനൂർക്ക് നമ്മളെ ഈ പാലത്തിൻ്റെ ഇവിടുന്ന് ഹാർബറിലേക്ക് 2 മിനിറ്റ്. താനൂർ തെയ്യാല റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ആകെ നീളം 251 മീറ്റർ, വീതി 7.5 മീറ്റർ, 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയും 143 മീറ്റർ അപ്രോച്ച് റോഡ്. പുതിയ ദേശീയപാത 66ലേക്കുള്ള സുഗമമായ പുതുവഴി കൂടിയായി ഈ റെയിൽവേ മേൽപ്പാലം. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.